ഇന്നതേ വല വീശാനായിട്ട് നമ്മുടെ പൊക്കളായി ബീച്ചിൽ വന്നേക്കണ്ടാ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഞണ്ടിനെ കിട്ടുന്നുണ്ട് വീശുമ്പോൾ. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം വീശു വലക്കാരൊക്കെ ഉണ്ടായിരുന്നിട്ടാ. അങ്ങനെ ദേ ആദ്യത്തെ വല വീശിയിട്ടിട്ടുണ്ട്. അങ്ങനെ ദേ ആദ്യത്തെ വല തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു നാരഞ്ച മീൻ കയറിയിട്ടുണ്ട് കേട്ടാ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചെമ്മീനുണ്ടാ. വീഡിയോയിൽ ചിലപ്പോൾ ഇതിൻ്റെ സൈസ് ശരിക്കും അറിയുന്നുണ്ടാവില്ല. ഇവന്മാരെ ചാട്ടം ഒരു രക്ഷയില്ലാട്ടാ, തെറിച്ച് പോവും കയ്യിൽ നിന്ന്. ദേ ജസ്റ്റ് മിസ് ഉണ്ടാ. ഇപ്പം തന്നെ മീൻ കയ്യിൽ നിന്ന് പോയേനെ. ഭാഗ്യത്തിന് പിടിച്ചിട്ടുണ്ടായിരുന്നു മീനെ. ഇന്ന് പിന്നെ കാര്യമായിട്ട് തരയൊന്നും ഇല്ലാട്ടാ. അത് കാരണം വല വീശാനൊക്കെ എളുപ്പമാണ്. ദേ നമ്മുടെ വലയിൽ ആദ്യത്തെ ഞണ്ട് കയറിയിട്ടുണ്ട് കേട്ടാ. ഒരു ഒറ്റക്കാലം ഞണ്ടാണ് കയറിയിട്ടുള്ളത്. ഒരു കാലം എങ്ങനെയൊക്കെ മിസ്സായിട്ടുണ്ട്. ഈ ഞണ്ടിൻ്റെ പുറം തൊണ്ടിലൊക്കെ പായലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടാ. ഇന്ന് കരഭാഗത്ത് തന്നെ അത്യാവശ്യം മീനൊക്കെ ഉള്ള ദിവസം കേട്ടാ. വള്ളങ്ങളൊക്കെ കരയിൽ നിന്ന് തന്നെയാണ് മീൻ പിടിച്ചുകൊണ്ട് വരുന്നത്. എല്ലാവർക്കും ഇന്ന് അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട്. ദേ ഈ വലയിൽ നമുക്കൊരു അടിപൊളി ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരച്ചെമ്മീൻ. നല്ല വലിപ്പം വെക്കണ സൈസ് ചെമ്മീനാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ഇടത്തരം സൈസാണ് കിട്ടുന്നത്. നല്ല വിലയുള്ള ടൈപ്പ് ചെമ്മീനാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ വീശണ എല്ലാ വലയിലൊന്നും ഇപ്പോൾ മീൻ കിട്ടണില്ല കേട്ടാ. മീൻ കിട്ടണ വീഡിയോ മാത്രമേ എടുക്കണുള്ളൂ. ദേ ഈ വലയിൽ നല്ലൊരു ഞണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഞണ്ടിൻ്റെ കടി കിട്ടാണ്ടിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ മണ്ണിട്ട് പിടിക്കണത്. അപ്പോൾ ഈറ്റങ്ങൾ എനങ്ങാണ്ട് നിന്നോളൂ, അല്ലെങ്കിൽ നല്ല ഇറുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ദേ ഈ ഒരു വലയിൽ നമുക്ക് ചെറുതും വലുതുമായിട്ട് അത്യാവശ്യം ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം നാരഞ്ചെമ്മീൻ തന്നെ കേട്ടാ. 4 കയറിയിട്ടുണ്ട്. ദേവിനാട്ടാ ഇതിൽ ഏറ്റവും വലുത്. നാരഞ്ചെമ്മീൻ്റെ ഒരു സൈസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനുകൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചാട്ടക്കാരണ്ടവന്മാർ. കയ്യിൽ പിടിച്ചാലും തെറിച്ച് പൊക്കോണ്ടിരിക്കും കണ്ട. ഇപ്പം മിക്ക വലയിലും നമുക്ക് മീൻ കിട്ടുന്നുണ്ട് കേട്ടാ. ദേ ഈ വലയിലും ഒരു ഞണ്ടുണ്ട്. അത്യാവശ്യം മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുവരയ്ക്കും. ഇവനും സഞ്ചിക്ക് എടുക്കട്ടെ. ലാസ്റ്റ് ഒന്നും കൂടെ വീശേണ്ടി വരും. ദേ ഈ ഒരു വലയിൽ നമുക്കൊരു മാന്തളും പിന്നെ 1-2 ചെറിയ ചെമ്മീനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവനെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് നോക്കാം. ശരിക്കും ഈ ബീച്ചിലെ മണ്ണിൻ്റെ കളർ തന്നെയുണ്ട് ഇവന്മാർക്ക്. വെള്ളത്തിൽ എടുക്കുമ്പോൾ അറിയാൻ പറ്റില്ല. കണ്ട എനങ്ങിയാലേ ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വല വീശാൻ തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറി മേലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെയ്ക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടി. ദേ ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ കാരച്ചമീനെ കിട്ടിയത് ഈ വലയിലാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മാന്തളും ഉണ്ട്. ഏകദേശം ഒരു കൈപ്പത്തിര വലിപ്പമുള്ള ഒരു കാരച്ചമീനാണ് കേട്ടോ. ഓ എന്താടി ദേ സൈസ് നോക്കിയേ. നല്ല അടിപൊളി സാധനം. ഫ്രൈ ചെയ്യാനൊക്കെ സൂപ്പറായിരിക്കുള്ളൂ. ദേ കൂടെ നിന്ന് വീശിക്കൊണ്ടിരുന്ന ചേട്ടൻ്റെ വലയിൽ 2 നച്ചറ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവന്മാർ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള മീനുകളാണ് കേട്ടോ. സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇവന്മാരുടെ മുള്ള് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. പിടിക്കുമ്പോൾ എപ്പോഴും മുള്ള് കൊള്ളാണ്ട് നോക്കണം. നമുക്ക് കൂടുതലും ഇന്ന് ചെമ്മീൻ തന്നെ ഉണ്ടാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ ഞണ്ടും കിട്ടിയിട്ടുണ്ട്. ദേ ഇതൊക്കെ നല്ല അടിപൊളി നാരൻ ചെമ്മീനാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള ചെമ്മീനുകളാണ്. ഇന്നതേ വെറൈറ്റി ആയിട്ട് ഇവനുണ്ടാ കിട്ടിയിട്ടുള്ളത് കോലാൻ. കടലിലൊക്കെ സാധാരണ നല്ല സൈസുള്ള കോലാനുണ്ടാ കിട്ടാറുള്ളത്. അങ്ങനെ ഈ വലയിൽ ഇതേ നമുക്കൊരു കതിരാനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു മീനുണ്ട് ഈ കതിരാൻ. ഇതിനെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ വലവീശലൊക്കെ നിർത്തി പോകാൻ നേരത്ത് അവസാനമായിട്ടൊരു വല വീശിയാണ് കേട്ടോ. അതിലും ഒരു കാരച്ചമ്മീനെ കിട്ടിയിട്ടുണ്ട്. ഇന്നെന്തായാലും അത്യാവശ്യം മീൻ കിട്ടിയിട്ടുള്ളൊരു ദിവസം കേട്ടോ. 1-2 മണിക്കൂർ വല വീശിയെങ്കിലും ആവശ്യത്തിനുള്ള മീനായിട്ടുണ്ട്. ചെമ്മീനും ചത്തില്ലേ. ഒരു 4-5 കാരച്ചെമ്മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടുതലും കിട്ടിയിട്ടുള്ളത് ഞണ്ടും നാരൻ ചെമ്മീനുമാണ്.
ദൈവനട്ടാ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കാരച്ചമീൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.